ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. അപ്പോൾ ഒട്ടും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കേക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് അളവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എന്നോട് കുറേ പേര് കേട്ടിട്ടുണ്ട് എനിക്ക് കേക്ക് ചെയ്തിട്ടൊക്കെ ശരിയാവുന്നില്ല എന്ന്. എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, എങ്കിൽ മാത്രമേ ആർക്കും കേക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ട ശേഷം അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 1/2 കിലോ ബട്ടർ സ്കോച്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയുള്ള കേക്ക് ടിൻ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് 1/2 കിലോ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് വാങ്ങിക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു തുള്ളി സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച ശേഷം നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ റൗണ്ടിന് കറക്റ്റായിട്ട് അളവിന് വെട്ടി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ കേക്ക് ടിൻ ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി കുറച്ച് പേര് കേട്ടിരിക്കുന്നതാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതും കൂടെ കാണിക്കണമെന്ന്. ഇന്ന് നമ്മൾ ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പിലാണ് കേട്ടോ കേക്ക് വേവിക്കാൻ എടുക്കുന്നത്. കാരണം നല്ലതുപോലെ തീ കുറച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അലുമിനിയം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തീ നല്ലതുപോലെ കുറച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി വരുമ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഒരു റൗണ്ട് നമ്മൾ കറികളൊക്കെ മൺചട്ടികളൊക്കെ വെക്കുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. അതിന് ശേഷം മൂടി വെച്ച് നല്ലതുപോലെ ചൂടാകട്ടെ. തീ കുറച്ച് വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 1/2 കിലോ കേക്കിന് 1/2 കപ്പ് മെഷർമെൻറ്റാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, സെറ്റായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ്, നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർ ഇതുപോലത്തെ ഒരു സ്പൂണ് മിക്ക വീടുകളിലും കാണും. അപ്പോൾ അതുപോലത്തെ ഒരു സ്പൂൺ എടുത്ത ശേഷം നമ്മൾ മൈദ മാവ് അളന്നെടുക്കുക കേട്ടോ. കുത്തി നിറച്ച് സ്പൂണിലെടുക്കാതെ നമുക്ക് കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഓരോ സ്പൂൺ വീതം എടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കേക്ക് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കേക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വാനില കേക്കിനായാലും ഏതിനായാലും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് 1/2 കപ്പ് ഈ ഒരു അളവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 7 സ്പൂണ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ലെവൽ ചെയ്ത് എടുക്കണം കേട്ടോ. കുത്തി നിറച്ചെടുക്കാതെ 7 സ്പൂണ് കറക്റ്റ് ലെവലിൽ എടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് 7 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത മാവ് കണ്ടല്ലോ, കുത്തി നിറച്ചെടുത്തിട്ടില്ല, ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ സ്പൂണിൽ തന്നെ അര സ്പൂൺ നിറച്ചില്ല, ഈ ഒരു അളവ് നിങ്ങൾ കണ്ടല്ലോ, അതനുസരിച്ച് ബേക്കിംഗ് പൗഡർ, ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർക്കില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. നിങ്ങൾ ഒരിക്കലാണ് അരിക്കണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനവിടെ കേക്കിന് വേണ്ടിയുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതും മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് പേരുടെ കാര്യം, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ മുട്ടയും പഞ്ചസാരയും പതപ്പിച്ചിട്ട് പതയുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ കേക്ക് മുട്ട പതപ്പിക്കാൻ എടുക്കുന്ന പാത്രം ഒട്ടും തന്നെ നനവോ എണ്ണമയോ പാടില്ല കേട്ടോ. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വേണം ആ ഒരു ബ്ലൈഡും പാത്രവും എല്ലാം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫിലിപ്സിൻ്റെ ഇത് ഹാൻഡ് മിക്സറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മുട്ട എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ചെറിയ മുട്ട വലിയ മുട്ടയാണ് ഉള്ളത്, ഞാൻ അതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള മുട്ട 2 മുട്ട മതി കേട്ടോ 1/2 കിലോ കേക്കിന്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നമുക്ക് എടുക്കാം. പിന്നെ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മുട്ട ഒന്നും എടുക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വാനില എസൻസ് അല്ല ചേർത്ത് കൊടുക്കുന്ന, ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു കണ്ടല്ലോ, നിങ്ങൾക്കൊരു 2-3 തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ആദ്യം സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്യുക, അതിനുശേഷം സ്പീഡ് കൂട്ടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ കുറച്ചൊന്ന് ബീറ്റായി ഒന്ന് ഫ്ലഫിയായി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ദാ ഇവിടെ നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു സ്പൂണിൻ്റെ അളവിൽ തന്നെ നമ്മൾ മാവ് എടുത്തത് 7 സ്പൂണല്ലേ, പഞ്ചസാര എടുക്കുമ്പോൾ 5 സ്പൂണ് പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി. കാരണം ചിലർക്ക് മധുരം കുറവായിരിക്കും, ചിലർക്ക് മധുരം കൂടുതൽ വേണമെന്ന് പറയും. അങ്ങനെയാകുമ്പോൾ മധുരം നിങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ. 7 സ്പൂണും എടുക്കുക. നിങ്ങൾ മധുരം കുറവ് മതിയെന്ന് പറയുകയാണെങ്കിൽ 5 സ്പൂണ് മാത്രം എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം പഞ്ചസാര പൊടി ചേർക്കുന്നത് കുറച്ച് വീതം ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുകയാണെങ്കിൽ മുട്ട നല്ലതുപോലെ ബീറ്റായും കിട്ടില്ല, നമുക്കൊരു ഇതായിരിക്കും. പക്ഷേ കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മുട്ട അങ്ങനെ നല്ലതുപോലെ പതപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണാതെ ലാസ്റ്റും ആദ്യവും വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നല്ലതുപോലെ പതഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2-3 തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് മിക്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ കേൾക്കുമ്പോൾ അതിൽ കളറ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോഴത് ഒന്ന് ഒഴിച്ച് 2-3 തുള്ളി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കളർ കൂടുതൽ വേണമെങ്കിൽ ഒരു 3-4 തുള്ളി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് കണക്കിനുള്ള കളറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. മുട്ടയും നല്ലതുപോലെ ബീറ്റായി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ എടുത്ത സ്പൂണിൽ തന്നെ 2 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് മെഷർമെൻ്റ് ഒന്നും എടുക്കാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം സ്പീഡ് കുറച്ച് വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ സ്പീഡ് കൂട്ടരുത് കേട്ടോ. കുറച്ച് നേരം ഒരു സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ബീറ്റർ ഉപയോഗിക്കില്ല, ഒരു വിസ്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയെല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വീതം ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പീഡ് കൂട്ടിയൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മുട്ടയൊക്കെ പതഞ്ഞ് വന്ന മുട്ടയൊക്കെ അത് താന്നു പോകും. പിന്നെ ആ കേക്ക് കല്ല് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സാവകാശം നമ്മൾ സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മളിത് കുറച്ച് കേക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നല്ല സ്പീഡാവും കേട്ടോ. പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. എപ്പോഴും കിട്ടിയാലും നമ്മൾ ആ സ്പീഡ് നമ്മൾ ആ കേക്കൊക്കെ പിന്നെ നമുക്കൊക്കെ അളവും മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊക്കെ അളന്നെടുക്കേണ്ടി വരില്ല കേട്ടോ. എല്ലാം നമുക്കൊരു മനക്കണക്ക് പോലെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊന്നും അളന്നെടുക്കാറില്ല, എല്ലാം എൻ്റെ കൈ അളവിലാണ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എനിക്കത് ശീലമായതുകൊണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ കേക്കൊക്കെ ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനവിടെ ലാസ്റ്റ് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇട്ട് ഇളക്കരുത്. കാരണം പിന്നെ നമ്മൾ ഇളക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മുട്ടയൊക്കെ താഴ്ന്നു പോകും. അതുകൊണ്ട് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളമോ ചൂട് പാലോ 1-1.5 സ്പൂണോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഫുള്ള് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കേക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കേക്കും നിഷ്പ്രയാസം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്തു വച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ പതുക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിഭാഗത്ത് എന്തെങ്കിലും മാവിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഇത് ഷെയറും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ ഞാൻ സമ്മാനം കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂടായി കിടക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതിനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 15-20 മിനിറ്റിനകത്ത് അത് ബേക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കണം, 15 മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് ഒരു ഇത് ടോപ്പിക്ക് വെച്ച് കുത്തി നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. എങ്കിൽ പിന്നെ വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു 18 മിനിറ്റൊക്കെ ആയപ്പം ഞാൻ ദാ ഇവിടെ കേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കുമ്പോൾ നടുഭാഗം കുത്തി നോക്കാം കേട്ടോ. സൈഡൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നടുഭാഗമാണ് നമ്മൾ കേക്ക് വെന്തോന്ന് അറിയാം കേട്ടോ. ഇതിലിപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കേക്ക് നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. പിന്നെ ചിലർ കേൾക്കുന്നതുണ്ട് ഒട്ടിപ്പിടിക്കുന്നത്. അത് ഒട്ടിപ്പിടിക്കണതിന് വേറെ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര കൂടിപ്പോയാലും എണ്ണ കൂടിപ്പോയാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മുട്ടയുടെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇത് കണ്ടോ, ഒട്ടും തന്നെ കയ്യിൽ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം നമ്മൾ ഇതിനെ എടുക്കാം കേട്ടോ. ഇനി അടുത്ത കുറച്ച് പേരുടെ സംശയമാണ് നമ്മൾ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാര പൊടി ചേർത്ത് അലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മേഡാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കേക്കിലെല്ലാം ഇതുപോലെ മിൽക്ക് മേഡും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നല്ല വില കൂടിയ വലിയ കേക്കുകളിലൊക്കെ ഞാൻ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ പറയാം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞ് നിങ്ങളെ തലയിൽ കയറ്റണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യുന്ന കേക്കിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കേക്ക് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രം കേക്ക് ഇളക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ താഴ്ഭാഗമൊക്കെ കട്ട പിടിക്കും, ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോഴങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കേക്ക് നല്ല ഇതായിട്ടിരിക്കില്ല. അപ്പോൾ നല്ലതുപോലെ തണുത്ത് ഇതായിട്ട് വേണം നമ്മൾ കേക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ പലർക്കും ഇട്ടിട്ടുണ്ടായിരുന്നു. പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂല് കൊണ്ട് കട്ട് ചെയ്യുന്നത് എളുപ്പമാണ് കേട്ടോ. ഒന്ന് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത ശേഷം നൂല് കൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറേ പേര് എൻ്റെ അടുത്ത് കേട്ടതാണ്, ചേച്ചി വിപ്പിംഗ് ക്രീം ഏതാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 2 വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഫിയാനയുടെ വിപ്പിംഗ് ക്രീം, ഒന്ന് ട്രോപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ ഈ 2 വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫിയാനയുടെ വിപ്പിംഗ് ക്രീമാണ്. അത്ര പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിപ്പിംഗ് ക്രീമാണ്. പിന്നെ എല്ലാവർക്കും ഇത് ശരിയാവണമെന്നില്ല കേട്ടോ, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ട്രോപ്പിക്കൽ വിപ്പിംഗ് ക്രീം ചേർക്കുന്നതെന്ന് വെച്ചാൽ 2 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല പെട്ടെന്ന് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു വിപ്പിംഗ് ക്രീം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ 1 കിലോ കേക്കിന് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1/2 കിലോ കേക്കിന് ഞാൻ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ കൂടുതൽ കട്ടിയാവാൻ പാടില്ല കേട്ടോ. നമ്മൾ നല്ല സ്മൂത്തായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അധികം കട്ടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ നല്ലതായിട്ട് സ്മൂത്താക്കണം. എന്നിട്ട് വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ക്രീം കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി നമുക്കിതിനെ ഐസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഐസിങ് സ്റ്റാൻഡിലേക്ക് ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ കേക്കിൻ്റെ നടുക്കത്തുള്ള കേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുക്കാം. തുടക്കക്കാരാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ അത് എളുപ്പത്തിൽ തന്നെ ക്രീം എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതാകുമ്പോൾ എളുപ്പമാണ്. പിന്നെ ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അതൊക്കെ ഒന്ന് കണ്ട് ഇതെല്ലാം ചെയ്ത് എടുക്കുക കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കേക്കിനുള്ള സോസൊക്കെ ചെയ്ത് കുപ്പിയിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമ്മളിതിലേക്ക് പ്രളയം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാത്ത കേട്ടോ. അപ്പോൾ ഇത് നിറയെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ്. അത് കുറച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ 3 ലെയറും നമുക്ക് കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ 2 പേർക്ക് ഐസിങ് സ്റ്റാൻഡ്, 2 പേർക്ക് ഫുൾ ഗിഫ്റ്റ് അടങ്ങുന്ന ആ ഒരു ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ കാണും. അപ്പോൾ 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്. കാരണം ഞാൻ തുടരെ കുറച്ച് സമ്മാനങ്ങൾ കൊടുത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി നീങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ 15K സബ്സ്ക്രൈബ് ആകുമ്പോൾ എല്ലാവർക്കും സമ്മാനം തരും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടോളൂ കേട്ടോ.
അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവും. അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കേക്കാണ്. ഇനി ഫൈനൽ ഐസിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ക്രീമിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ, നമ്മൾ ആ ടൈഗറിൻ്റെ കേക്ക് മിക്സ് 2 തുള്ളി ഒഴിച്ച് ആ ഒരു കളറാക്കിയിട്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം കട്ടിക്ക് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ലതുപോലെ രീതിയിൽ കേക്ക് ഐസിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരെല്ലാവരും കാണുക, ഫുള്ള് കണ്ട് ഇതെല്ലാം ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റ് 1 കിലോ ചെയ്യുമ്പോൾ അത് കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൈഫ് വെച്ചാണ് ഞാൻ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ഞാൻ ഇത് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇനി താഴെ ബോർഡറിൽ ഒരു ചെറിയ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് കേൾക്കുന്നുണ്ട് പേരെഴുതുന്നത് എങ്ങനെ. സത്യം പറയാലോ, എനിക്ക് പേരെഴുതുന്നത് ഇത്തിരി ബാക്കിലോട്ടാണ്, പയ്യെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊക്കെ കൂടുതൽ കാണിക്കുന്നത് സ്പീഡ് ഞാൻ കൂട്ടി കാണിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ പതുക്കെ മാത്രമേ എനിക്ക് പേരെഴുതാൻ പറ്റുള്ളൂ. കാരണം അധികം എനിക്ക് പേരെഴുതാൻ, എനിക്ക് കേക്കിൽ പേരെഴുതാൻ നല്ല വശമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ കേക്കിൽ പേരെഴുതുമ്പോൾ സത്യം പറഞ്ഞ് കൈവിറക്കി കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പതുക്കെ ചെയ്തില്ലെങ്കിൽ പണി പാളും. അപ്പോൾ കേക്കൊക്കെ പേരെഴുതാൻ ആഗ്രഹമുള്ളവർ എഴുതി പഠിക്കുക കേട്ടോ. ഒരു ചെറിയ പാത്രത്തിലോ കേക്കിൻ്റെ ടിന്നിലോ ഒക്കെ നമ്മൾ എഴുതി പഠിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കേക്കെല്ലാം ഫിനിഷ് ചെയ്ത് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യണേ.